എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ ക്രാഫ്റ്റും ഓരോ വ്യത്യസ്ത പാഠങ്ങളാണ് എന്നെ പഠിപ്പിക്കുന്നത്. ചേടാ പ്രായം ഇത്രയായി എന്നിട്ട് ഞാനൊട്ട് പഠിച്ചും തീരുന്നില്ല. ഈ ശ്രദ്ധ എന്നത് കേട്ടിട്ടുണ്ടോ? ശ്രദ്ധ കപൂറല്ല, നമ്മുടെ ഈ കോൺസെൻട്രേഷൻ. എന്ത് ചെയ്യുമ്പോഴും ആ ഒരു സംഭവം ഇല്ലയോ ഒക്കെ കൊളാവും. ഇവിടെ എനിക്കും ഒരമളി പറ്റി. വീഡിയോയുടെ അവസാനം വരെ കാണുന്നവരാണേ മനസ്സിലാവും, ശ്രദ്ധിച്ച് കണ്ടോളണം കേട്ടോ. ഒരു പേപ്പർ ട്രിമ്മറാണ് സംഭവം. വാങ്ങാൻ ചെന്നപ്പോൾ കാശ് തികഞ്ഞില്ല. എന്നാൽ പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെ ഒരാളാണ് ഈ ഞാനും. വീഡിയോയിൽ കാണുന്നത് പോലെ വലിയൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അതിനെ 30 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും നീളമുള്ള ഒരു വലിയ പീസും പിന്നെ 2.5 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്ററുള്ള മറ്റു 2 പീസുകളായിട്ട് മുറിക്കുക. അപ്പോൾ വലിയ ഒരു പീസും ചെറിയ 2 പീസും. അതിനുശേഷം നല്ലൊരു പേപ്പർ വെച്ച് കവർ ചെയ്ത് അതിൽ ചെറിയ സൈസ് കാർഡ്ബോർഡുകളിലൊന്നിലും മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി മൂവ് ചെയ്യാനുള്ള പേപ്പേഴ്സും സെറ്റാക്കി, ആ പേപ്പറിൽ കുറച്ച് കളറും സെറ്റാക്കി, ട്രിം ചെയ്യാനുള്ള ബ്ലേഡും ശരിയാക്കി വെച്ചു. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. അതെ, കിട്ടുണ്ണേട്ടൻ പറഞ്ഞതുപോലെ ഇതുവരെ വളരെ ശരിയായിരുന്നു. പക്ഷെ അവസാനം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് അമ്മളി പറ്റിയ കാര്യം ഞാനും മനസ്സിലാക്കിയത്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകില്ലെങ്കിലും ഡിറ്റക്റ്റീവ് ഐസ് വെച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായവരാണേ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.